നോക്കൂ, നമുക്ക് പ്രൈം മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഞാൻ അതിലേക്ക് അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റും ഞാൻ എടുത്ത് ഒരു കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കാം. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർലമെന്റിൽ ആദ്യം അദ്ദേഹം ഒരു ഇൻഫോർമൽ സ്റ്റേറ്റ്മെന്റ് പുറത്താണ് കൊടുക്കുന്നത്, പത്രലേഖകരുടെ അടുക്കൽ അദ്ദേഹം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പാർലമെന്റിലേക്ക് ഈ വിഷയം വന്നത് എങ്ങനെയാണ്? പാർലമെന്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച നടത്തണം എന്ന് പറഞ്ഞപ്പം അത് നടത്താൻ BJP തയ്യാറായോ? BJP തയ്യാറായില്ല. നോക്കൂ, പാർലമെന്റ് എന്ന് പറയുന്ന സ്ഥലം ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിനിധികളാണ്. അപ്പൊ പാർലമെന്റിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമായി കണക്കാക്കുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കഷൻ നടത്താൻ BJP തയ്യാറായി എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇല്ല. പ്രതിപക്ഷത്തിന് അവിടെ ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരേണ്ട വന്നു. എന്നുവെച്ചാൽ അവിശ്വാസ പ്രമേയം പോലൊരു കാര്യം കൊണ്ടുവരേണ്ട വന്നു മണിപ്പൂർ ചർച്ച ചെയ്യാൻ. അതിൽ 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ച നരേന്ദ്രമോദി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനത്തെ 10 മിനിറ്റ് ആണ് ഈ പറയുന്ന വിഷയത്തിന് വേണ്ടി മാറ്റിവെച്ചത്. വെറും 10 മിനിറ്റ്. അതും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വളരെ സാധാരണഗതിയിൽ ഒരു കാര്യം പറഞ്ഞങ്ങ് പോയി എന്നുള്ളതല്ലാതെ അവിടെ നമുക്ക് എന്തായിരുന്നു അറിയേണ്ടത്? അവിടെ എന്ത് നടക്കുന്നു, എന്താണ് അവിടുത്തെ ജനങ്ങളുടെ സിറ്റുവേഷൻ, ജനങ്ങൾ ഫേസ് ചെയ്യുന്ന അവസ്ഥ എന്ത്, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു, ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നമ്മൾ മണ്ടന്മാരായി. അദ്ദേഹം സത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞില്ല. ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒരു വലിയ ഇപ്പൊ UP അല്ലെങ്കിൽ വാരണാസിയിലും ഗുജറാത്തിലും ഒക്കെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ പോലെ തന്നെ ഇങ്ങനൊരു പ്രസംഗം നടത്തി അദ്ദേഹം ഒഴിഞ്ഞു. നിങ്ങൾക്ക് എടുത്തു നോക്കാം, അദ്ദേഹം 10 മിനിറ്റാണ് ആ വിഷയത്തിൽ സംസാരിച്ചത്. 10 മിനിറ്റ്, ഇപ്പം 20 മിനിറ്റ് മാത്രം സംസാരിക്കുന്നതിൽ 10 മിനിറ്റ് കൊടുക്കുന്നതും 2 മണിക്കൂർ 10 മിനിറ്റ് സംസാരിച്ചതിനകത്ത് 10 മിനിറ്റ് കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ കരുതുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ അവര് സ്വമേധയാ കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മോഷന്റെ ഭാഗമായി ഉണ്ടായതല്ല ഈ പ്രതികരണം എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പിന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞത് അവിടുത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ഈ ട്രൈബൽ ഇഷ്യൂസ് ഉണ്ടെന്നുള്ളത് സത്യമാണ്, നമ്മൾ അതിനകത്ത് എതിർക്കുന്നില്ല. പക്ഷെ ആ ട്രൈബൽ ഇഷ്യൂവിനെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി അത് കൺവേർട്ട് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 2 ട്രൈബുകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ എന്തിനാണ് പള്ളി പൊളിക്കുന്നത്? പള്ളിയും ട്രൈബും തമ്മിൽ എന്താ ബന്ധം? പള്ളി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളികളാണ്, അല്ല വേറെ പള്ളികളില്ലല്ലോ. ഉണ്ടോ? ഇല്ല. നിങ്ങൾ ഏത് തരത്തിലായാലും പള്ളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിക്കുന്ന അമ്പലം എന്നാ പൊളിക്കാൻ? അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം മറ്റുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എന്താ ഇത് അറ്റാക്ക് ഉണ്ടാകാഞ്ഞത്? അപ്പൊ അത് കമ്മ്യൂണൽ ലൈനിലാണ് പ്രവർത്തിച്ചത് എന്ന് കൃത്യമായി ഇന്ത്യയിലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് പലർക്കും അഭിപ്രായമുണ്ട്. അതിനെ ഡിസ്കാർഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. താങ്കൾ കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചു, 2 പേരുടെ കാര്യം എടുത്ത് സൂചിപ്പിച്ചു. പ്ലാംപ്ലാനിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആദ്യം റബ്ബറിന് 300ന്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അദ്ദേഹത്തിന് റബ്ബറും വേണ്ട, എങ്ങനെയും ജീവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പിന്നീട് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ കണ്ടതാണ്. അതിനകത്ത് നമ്മുടെ മുന്നിൽ ഇലക്ട്രോണിക് എവിഡൻസ് കിടക്കുകയല്ലേ. അതിനകത്ത് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്ത് ഇതാക്കേണ്ട കാര്യമില്ല, നമുക്ക് ആരെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ വിഷയത്തിനകത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും പോകുന്നു, ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരുമായിട്ട് പ്രധാനമന്ത്രി എൻഗേജ് ചെയ്യുന്നു, ഒരു തെറ്റുമില്ല, എൻഗേജ് ചെയ്യുകയും വേണം. അദ്ദേഹം ആ കമ്മ്യൂണിറ്റിക്ക് ഹാർമണി ഉറപ്പിക്കുകയും ചെയ്യണം. അദ്ദേഹത്തിന്റെ കുഴപ്പം അദ്ദേഹം പൊളിറ്റിക്കൽ വോട്ടാക്കി ഇതിനെ മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് മാത്രമല്ലാതെ ഈ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് പരിരക്ഷിച്ചോളാം എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം നൽകുന്നില്ല.